ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്, എനിക്ക് സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ, യൂട്യൂബിൽ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഫോണിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നന്നായിട്ടും ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഇന്നലെ വീഡിയോ ഇട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ഈ ചാനലിലാണെന്നും പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തത് നമ്മുടെ മറ്റേ ആയിപ്പോയി കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തിട്ട് ധൃതി പിടിച്ചിട്ട് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് അപ്ലോഡിങ് ആയി നോക്കിയപ്പോഴത്തേക്ക് സംഭവം ചാനൽ മാറിപ്പോയി, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോയില്ല, അത് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ഇതിലോട്ടിട്ടിട്ടും കാര്യമില്ല. ഒന്നാമതേ മേൽഗതി ഇല്ലാണ്ട് കിടക്കുകയാണ്, അതിൻ്റെ കൂടെ ഇനി അത് ഡിലീറ്റ് ആക്കിയിട്ട് ഇതിലോട്ടെടുത്തിട്ടിട്ടും വലിയ കാര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അതങ്ങനെ ഇട്ടിട്ടാണ് പിന്നെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാര്യങ്ങൾ ഞാൻ എന്തോ അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്കതിൽ അറിയാൻ പറ്റും. ആ വിഷയമൊന്നും ഇതിലോട്ട് എടുത്തിടുന്നില്ല, അത് പോയി കാണുന്നവർ അത് കണ്ടിട്ട് എന്തായാലും ഇന്ന് വരത്തില്ല കേട്ടോ വീഡിയോ. ആ വീഡിയോ ഇന്നിപ്പം നമ്മളൊരു ബ്യൂട്ടി ടിപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചാനലിനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി ടിപ്പ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്ലോഡ് ചെയ്തപ്പോൾ അത് മാറിപ്പോയതാണ്. എന്തായാലും കിടക്കട്ടെ, കിടന്നതിന് ഇനി മാറ്റുന്നില്ല. മാറ്റിയിട്ട് ഒന്നാമതേ കൂനിൽ മേൽക്കുരു അതിന് കുറച്ചുകൂടെ കുരു ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി ഇനി കുരു ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അതവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പം നിങ്ങളോട് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ നല്ല തലവേദനയുണ്ട് കേട്ടോ, തലവേദന നമ്മുടെ കൂടെ പറയപ്പായിട്ട് തുടരുന്നുണ്ട്. മെയിനായിട്ട് കഫത്തിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. കഫം പക്ഷെ ഉള്ളിലോട്ട് പുറത്ത് പോയിരുന്നെങ്കിൽ ഇത്രയും വിഷയമില്ലായിരുന്നു. പുറത്തോട്ട് പോകുന്നില്ല, ജലദോഷമില്ല, കാറലും തുപ്പലുമില്ല, അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ എന്തുണ്ടെന്ന് മെയ് ദിന റാലിയായിരുന്നു, രാവിലെ പോയി ശശിയായി വന്നു. രാവിലെ പോയി നമ്മൾ ഫോണൊന്നും നോക്കാം, നമ്മുടെ അസ്വസ്ഥതയും നമ്മുടെ പിന്നീട് ഫാൾട്ടും ഒക്കെ തന്നെയാണ് കേട്ടോ. യൂട്യൂബിലൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ 24 മണിക്കൂർ വാട്സപ്പിലാണ് പെറ്റ് കിടപ്പായിരുന്നത്. കാരണം നമ്മൾ ഫോണൊക്കെ വാങ്ങിയ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളും വിവരങ്ങളും ഒന്നും ഫോണിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. യൂട്യൂബ് നോക്കാൻ നമ്മൾ ചാനലും കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബിൽ വീഡിയോസ് കാണും, യൂട്യൂബിൽ നിന്നിറങ്ങിയ വാട്സപ്പിൽ പോവും, വാട്സപ്പിൽ നിന്നിറങ്ങിയ യൂട്യൂബിൽ വരും. വേറെ ആപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരെ ഇല്ല, ഇൻസ്റ്റയും സംഭവം അങ്ങനെയൊന്നുമില്ല. വേറെ വലിയ മണവും ഗുണവും അറിവും കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് വന്ന് അന്നേരം തന്നെ നമ്മളെടുത്ത് നോക്കും. ഇപ്പം അതല്ല, ഇപ്പം പിന്നെ യൂട്യൂബിൽ പെറ്റ് കിടപ്പ് തുടങ്ങിയ ശേഷം വാട്സപ്പിൽ പിറക്കവും കിടപ്പും ഒക്കെ നിർത്തി വെച്ച്, അതെല്ലാം നിർത്തി വെച്ചിട്ട് ഇപ്പോൾ യൂട്യൂബിലായതുകൊണ്ട് അത് 16 മെസ്സേജ് വന്നാലും വല്ലപ്പോഴും ഒക്കെ ഒരു മെസ്സേജ് നോക്കിയതായി. അപ്പോൾ ഇന്നത്തെ റാലിയെക്കുറിച്ചൊക്കെ നേരത്തെ കണ്ട മെസ്സേജ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പോയത് കേട്ടോ. അപ്പോൾ അതിൽ സമയം മാറ്റിയ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. സമയം മാറ്റിയിട്ട് ഇന്ന് നേരത്തെ സമയമാക്കിയ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ആ സമയം അനുസരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ആട് കടന്നെടുത്ത് ആടിൻ്റെ പൂട പോലും ഇല്ലെന്നുള്ള അവസ്ഥയാണ്. ആട് കടന്നെടുത്ത് ആടിൻ്റെ പൂട പോലും ഇല്ലാത്ത അവസ്ഥയായിപ്പോൾ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും നാല് വാക്കിൽ പോയി. പിന്നെ പോയിട്ട് നമ്മൾ വണ്ടിക്ക് എണ്ണയും ചിലവാക്കി പോയത് മാത്രം മിച്ചം എന്നുള്ള അവസ്ഥയിൽ തിരിച്ച് പോന്നിട്ട് വന്ന് കുറച്ച് സമയം ലൈവൊക്കെ ലൈവ് ഇരുന്നിട്ട് വലിയ ഗുണവും മണമൊന്നും ഇല്ലായിരുന്നു. ഒരു സമയം കുറച്ച് 1 മണിക്കൂർ തള്ളി ഉന്തിയൊക്കെ വിട്ടിട്ട് വൈകുന്നേരം റാലിക്ക് പോകണമായിരുന്നു. ഇത്തിരി കിടന്നിട്ടൊക്കെ അപ്പോഴേ തലവേദന ഇത്തിരി കിടന്നിട്ടൊക്കെ എണീറ്റ് റാലിക്കൊക്കെ പോകാമെന്നുള്ള പ്ലാനിങ്ങിന് കിടന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റൊക്കെ വന്ന് ഗസ്റ്റിനോടൊക്കെ അവരെയൊക്കെ സ്വീകരിച്ച് ഇരുത്തിയൊക്കെ അവർ പോയപ്പോഴത്തേക്ക് എനിക്കും പിന്നെ ഞാനും അങ്ങ് മടിച്ചു കേട്ടോ. നമ്മുടെ മെയ്ദിന് റാലിക്കുള്ള പോക്ക് മടിച്ച് പോയില്ല. കിടന്നൊക്കെ ഉറങ്ങിയിട്ട് എണീറ്റ് നമ്മുടെ മറ്റേ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ട് പുറമൊക്കെ കഴുകി വന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇട്ടപ്പോഴത്തേക്കാണ് മാറിപ്പോയി. പിന്നെ അതിനെ മാറ്റാനും മറിക്കാനൊന്നും നിന്നില്ല, വീണ്ടും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറയാനേ പറ്റുള്ളൂ. പിന്നെ നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല, എന്നെയും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളെ മുന്നിലൊക്കെ വീഡിയോ എത്തിയാലല്ലേ പറ്റത്തുള്ളൂ അല്ലേ, വീഡിയോ എത്തിക്കണ്ടേ. പണ്ടൊക്കെ ഞാനൊക്കെ ലൈവിൽ വീഡിയോ തുടങ്ങിയ സമയത്തൊക്കെ ഉള്ള വ്യൂസ് പോലും നമ്മുടെ ഇപ്പം ചാനലിൽ കിട്ടുന്നില്ല. ഇനി ലൈവ് വന്നതിൻ്റെ കുറ്റം കൊണ്ടാണ് എന്തോ ആൾക്കാർ വീഡിയോ കാണാത്തതെന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട്. നമ്മളെ നിത്യവും നമ്മുടെ വിശേഷങ്ങൾ ഇതിൽ വന്ന് കേൾക്കുകയല്ലേ,
അന്നെന്നുള്ള വിശേഷങ്ങൾ, അന്നെന്നുള്ള എൻ്റെ വിശേഷങ്ങളും അന്നെന്നുള്ള എൻ്റെ കാര്യങ്ങളും നിങ്ങൾ ഇതിലൂടെ കേൾക്കുകയില്ലേ? ഇതിലൂടെ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോയിലോട്ട് നിങ്ങൾ കയറാത്ത. വീഡിയോയിൽ കയറിയാൽ ഈ കേൾക്കണത് തന്നെയല്ല അതിലും കേൾക്കണമെന്ന് വിചാരിക്കും. എന്തായാലും അന്നെന്നുള്ള വിശേഷം വന്ന് ലൈവിൽ വന്ന് തള്ളി മറിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കയറി കാണേണ്ട കാര്യമില്ല. വീഡിയോയിലുള്ളൊരു കൗതുകമില്ല. ഇന്നെന്താ അവിടെ നടന്ന, ഏതാ അറിഞ്ഞ, എന്ത് നടന്ന് ഏത് നടന്ന് എന്നറിയാനുള്ള ഒരു കൗതുകവും നിങ്ങൾക്കില്ല. പണ്ടേ എന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വാക്ക് കിട്ടില്ല. പണ്ടേ അടുത്തവൻ്റെ വീട്ടിലെ കാര്യം എല്ലാവർക്കും ഭയങ്കര ടെൻഡൻസി കൂടുതലാണല്ലോ. ഞാനുൾപ്പെടെ എവിടെയെങ്കിലും ആടി നടന്നാലും ഇച്ചിരി എത്തി നോക്കൽ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അന്നന്ന് ലൈവ് വരുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ആർക്കും കാണണ്ട, കേൾക്കണ്ട. ആണെന്നേ എന്നും വന്ന് ഇവിടെ തള്ളി മറിക്കുകയില്ലേ? ഇന്ന വീട്ടിൽ ഇന്ന് ഇതായിരുന്നു കറി, ഇതായിരുന്നു സംഭവം, ഇന്ന് അവിടെ പോയി, ഇന്നിവിടെ പോയി, ഇന്ന് അവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇന്ന് ഇവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇന്ന് വൈകിയായിരുന്നു, ഇന്ന് ഹോസ്പിറ്റലിൽ പോയി, പാലുകാച്ചിന് പോയി, കല്യാണത്തിന് പോയി, അപ്പടി പോയി, ഇപ്പടി പോയി എന്നും പറഞ്ഞുകൊണ്ട് ലൈവിൽ വന്നങ്ങ് തള്ളി മറിക്കുകയല്ലേ ഞാൻ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കാണാത്തതെന്നും വീഡിയോ പോകാത്തതെന്നും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനും ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയാൻ വെപ്രാളമില്ലാത്ത 5 പേരെങ്കിലും കാണില്ലല്ലോ. കുടുംബകാര്യങ്ങളും വിശേഷങ്ങളും അറിയണമെന്നുള്ള 5 പേരെങ്കിലും കാണുമല്ലോ. അതുകൊണ്ട് ഇനി എന്തായാലും രീതികളും ചിട്ടകളും ഒക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്ര മിനിറ്റ് ആയെന്ന് അറിഞ്ഞൂടാ. തള്ളി 6 മിനിറ്റിൽ കിടക്കണതേ ഉള്ളൂ. തള്ളി 6 മിനിറ്റിൽ കിടക്കണതേ ഉള്ളൂ. 8 മിനിറ്റെങ്കിലും കഴിഞ്ഞാലേ യൂട്യൂബും ആരോ രാവിക്കൊല്ലണം. ഇടത് മൂക്കരിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലേ? പഴമക്കാർ പറയുന്നുണ്ട് ഇടത് മൂക്കരിഞ്ഞാൽ നല്ലത്, വലത് മൂക്കരിഞ്ഞാൽ പരദൂഷണമാണെന്ന്. ഇടത് മൂക്കരിഞ്ഞാൽ നല്ലതും വലത് മൂക്കരിഞ്ഞാൽ പരദൂഷണമെന്ന് പറയും. ഇടത് കണ്ണ് തുടിച്ചാൽ നല്ലതാണെന്നും വലത് കണ്ണ് തുടിച്ചാൽ കരച്ചിലാണെന്നൊക്കെ പറയുന്നുണ്ട് പഴമക്കാർ. പണ്ടേ ഉള്ള പഴമക്കാർ പറയുന്നതാണ്. പക്ഷെ അത് സത്യമാണ്. കൈ കടിച്ചാൽ പൈസ കിട്ടുമെന്ന് പറയും. പിന്നെ പല്ല് കടിച്ചാലോ ചുണ്ട് കടിച്ചാലോ ഒക്കെ കരച്ചിലൊക്കെ നടക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഓരോരോ കഥകൾ നമ്മുടെ പഴമക്കാർ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ മൂക്കരിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതാണ്. ഇന്ന് മെയിൻ ദിന റാലിക്ക് പോയില്ല. നാളെ ഇനി ചെല്ലുമ്പം പൊങ്കാല ഇടുമെന്ന് അറിഞ്ഞൂടാ. പോവാത്തവരൊക്കെ ഏറിൽ നിർത്തുമെന്നാണ് പറയണത്. മെയ്ദിന റാലിക്ക് പോകാത്തവരെയൊക്കെ ഏറിൽ നിർത്തുമെന്നാണ് പറയണത്. നാളെ ചെല്ലുമ്പോൾ പറയും ഏറിൽ നിർത്തുമോ മാനത്തോട്ട് നിർത്തുമോ എന്നുള്ളത് നാളെ ചെല്ലുമ്പോഴത്തേക്ക് കാണാം, കാത്തിരുന്ന് കാണാം. അപ്പം നാളെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നാളെ വന്ന് തള്ളിത്തരാം ഞാൻ. ഇന്ന് ഞാൻ പോയില്ല. ഞാൻ രാവിലെ പോയില്ല. രാവിലെ പോയ കാര്യം പറഞ്ഞില്ല. അവിടെ പോയപ്പം സമയവും കാര്യമൊന്നും നമ്മൾ രാത്രി ഗ്രൂപ്പിലിട്ട കാര്യമൊന്നും ഞാൻ കണ്ടില്ല. രാവിലെ ഒന്ന് എണീറ്റപ്പോൾ ഫോൺ നോക്കിയാലും ഗ്രൂപ്പിലോട്ട് കയറിയില്ല. വാട്സപ്പിൽ കയറിയെങ്കിലും ഗ്രൂപ്പിലോട്ട് കയറിയില്ല. ഗ്രൂപ്പിൽ കയറാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഗ്രൂപ്പിൽ കയറിയെങ്കിലും സമയം കഴിഞ്ഞ് കയറിയതുകൊണ്ട് അതും വലിയ ഗുണമൊന്നുമില്ല. നമ്മൾ അവധി ദിവസമൊക്കെ ആണെങ്കിൽ കിടന്ന് ഇച്ചിരി ഉറങ്ങുമെന്നേ. അവധി ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ ഞാൻ മിടുക്കിയായതുകൊണ്ട്, ഉറക്കത്തിൽ എനിക്ക് 1ാം സ്ഥാനം ആയതുകൊണ്ട് അവധി ദിവസമൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങും കേട്ടോ. കിടന്ന് ഉറങ്ങിയിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ അതനുസരിച്ചൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അതിപ്പോൾ ഞാൻ നമ്മളെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നും തലേ ദിവസം കരുതി വെക്കുന്ന പരിപാടിയില്ല. ഡ്രസ്സുകൾ എടുത്ത് വെക്കുക, മേക്കപ്പ് സെറ്റ് എടുത്ത് വെക്കുക, സാരിയിൽ പ്ലേറ്റ് എടുത്ത് വെക്കുക, പിന്ന് കുത്തി വെക്കുക, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അന്നേരം കാണുന്നവനെ അപ്പാന്ന് വിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു സ്വഭാവമാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റ സമയത്ത് വാട്സപ്പിൽ നോക്കിയാലും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാനും എണീറ്റ് വാരി പിടിച്ചും കൊണ്ട് അങ്ങ് ചെല്ലുമ്പോൾ എല്ലാം കഴിയും. അപ്പോൾ കറക്റ്റ് സമയം അടിച്ചെന്നപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞ് അതങ്ങനെ പോയി. അപ്പോൾ ഇന്ന് റാലിക്ക് പോകണമെന്നൊക്കെ വിചാരിച്ച് നേരിയ സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നതാണ്. എൻ്റെ ഒരു കൂട്ടുകാരി എടുത്തും വിളിച്ച് പറഞ്ഞ് കറക്റ്റ് ടൈമിന് ഞാൻ ഇന്ന സ്ഥലത്ത് വരും, നമുക്ക് ഇന്ന സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചൊക്കെ പോകാമെന്ന് എല്ലാ പ്ലാനിങ്ങും ഐഡിയ ഒക്കെ കൊടുത്തിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റൊക്കെ വന്ന്. പിന്നെ ചിന്തകളും രീതികളും പ്രവർത്തികളും ഞാൻ എല്ലാം മാറി. അവളോട് മെസ്സേജ് ഇട്ട് അവൾ വിചാരിക്കും എൻ്റെ സ്വഭാവം പണ്ടേ അവൾക്കറിയാം. എല്ലാം ഒരു ഉഴപ്പം മട്ടാണ്. എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ ഉത്സാഹിച്ച് നിന്നിട്ട് സമയമാകുമ്പോൾ ഞാൻ ഒരു കാല് വരുന്ന സ്വഭാവമാണ് നമുക്കറിയാം. അതുകൊണ്ട് അവൾ അങ്ങനെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കൂട്ടുകാരി, നീ വീഡിയോ കാണുകയാണെങ്കിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നീ എൻ്റെ മനസ്സും എൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് കൂടുതലൊന്നും നിന്നോട് ഞാൻ
പറയേണ്ട കാര്യമില്ല. ഞാൻ വിളിച്ച് പറഞ്ഞു. ഞാൻ നേരെ സാരി ബ്ലൗസൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാണ്. 1 മണിക്കൂർ കിടക്കുക, കിടന്നിട്ട് എണീറ്റ് കുളിക്കണം, ഒരുങ്ങണം, പോകണം. പ്ലാനിങ് ഒക്കെ മാറി. പിന്നെ എല്ലാം പോയി കഴിഞ്ഞപ്പം ഞാനും അങ്ങ് മടിച്ച്. പിന്നെ അവർക്ക് മെസ്സേജ് ഇട്ട് നമ്മൾ രണ്ടാളും കൂടെ ഓട്ടോ പിടിച്ചൊരിടത്ത് വണ്ടി വഴന്നെന്ന് വെച്ചാൽ നമ്മൾ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനമായതുകൊണ്ട് റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണെന്നും തിരക്കൊക്കെ ആണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇനി റോഡിൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി കൊണ്ടുവച്ചാൽ പോലീസ് വണ്ടിയൊക്കെ കെട്ടി വലിച്ചൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോകും എന്നൊക്കെ പറയണതുകൊണ്ട് സുരക്ഷിതമായ ഒരിടത്ത് ആർക്കും ശല്യമില്ലാത്തടത്ത് വണ്ടിയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതെന്ന്. പ്ലാനിങ് എല്ലാം തെറ്റി. ഇനിയിപ്പം റാലിക്ക് പോയില്ല. നാളെ ചെല്ലാം. എന്നിട്ട് നാളത്തെ വിശേഷം നാളെ പറയാം. ആരെങ്കിലും പൊങ്കാല ഇടണോ, എയറിൽ നിർത്തണോ എന്നൊക്കെ നോക്കിയിട്ട് നാളെ വന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റേതായ കാര്യങ്ങളും എൻ്റേതായ വിശേഷങ്ങളും. കൂടുതലൊന്നും തള്ളുന്നില്ല. തള്ളി എന്തായാലും 10 മിനിറ്റ് കൊണ്ട് തള്ളാൻ പറ്റി. എല്ലാവരും കാണുക, കേൾക്കുക. 10 പേര് 20 പേർക്ക് മേലെ പോകുന്നില്ല. എന്താ കാരണം അതെനിക്കറിയില്ല. ലൈവാണ് കാരണമെങ്കിൽ ലൈവ് അങ്ങ് നിർത്താം. അല്ല പിന്നെ. ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.